എടാ എൻ്റെ തലയിൽ കയറിയിരിക്കണ്ട ഉണ്ണിയേ നോക്ക് ഏട്ടൻ എവിടെ കയറി പെരപ്പുറത്ത് കയറിയിരിക്കടാ ഇരിക്കുക സ്ഥലമില്ലെങ്കിൽ ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ മക്കളെ? സമയം 9 മണി രാത്രി. ഇന്ന് ഇന്നേ നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ വീട്ടിൽ അമ്മായി വന്നിരുന്നു, മേമ്മയുടെ മകൻ വന്നിരുന്നു. മേമ്മയുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവനും കുട്ടനും പ്രിയയും ഒക്കെ വന്നിരുന്നു. ഇതപ്പോൾ പോയുള്ളൂ കേട്ടോ. കുറേ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവർ കഴിച്ചിട്ട് കുറച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടേ പോയി. അപ്പോൾ ഞങ്ങളില്ലേ സത്യം പറയുക വർത്താനത്തിൻ്റെ ഫ്ലോയിലില്ലേ എന്തുണ്ടായി, ചോറ് വെച്ചില്ല, കൂട്ടാൻ വെച്ചില്ല. ഇന്ന് നമ്മൾ വൈകുന്നേരത്ത് പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോൾ പൊറോട്ട ഇനിയിപ്പോൾ കുഴച്ച് അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണ്ടേ, അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയമാവും കേട്ടോ. ഇപ്പം തന്നെ സമയം 9 മണി കഴിഞ്ഞേക്കണം. പിന്നെ ചിക്കൻ ആ കുഞ്ഞൻ്റെ അമ്മമ്മയും അമ്മച്ചനും വന്നു, അത് പറഞ്ഞില്ല. അവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പോൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മൾ വേഗം അടുക്കളയിൽ വന്നിട്ട് പണിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ എന്നെങ്കിലുമാണ് വരുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി ചിക്കൻ രാവിലെ കൊണ്ടുവന്നിട്ട് ഞാൻ അനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, 4 മണിയാകുമ്പോൾ അനിയേട്ടാ പൊറോട്ടയ്ക്ക് കുഴച്ച് വയ്ക്കുന്നത് വീഡിയോ എടുക്കുക അനിയേട്ടാ, വീഡിയോ എടുക്കാറുണ്ട്. അപ്പം അനിയേട്ടൻ ചെയ്യുക കുറച്ച് കേട്ടേ പറഞ്ഞു. പിന്നെ അപ്പയ്ക്കും ഇങ്ങനെ പൊട്ടിച്ചേര് ഗൾഫ് മുട്ടായി. അപ്പോൾ എന്താ ഇതെൻ്റെ വെക്കുക പറഞ്ഞപ്പോൾ അനിയേട്ടൻ എന്ത് പറഞ്ഞു അറിയോ, കുറച്ച് ചെയ്യട്ടെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊക്കെ പോയി. എൻ്റെ നോക്കട്ടെ നിങ്ങൾക്കേ സുകന്യെ അച്ഛനമ്മയും വന്നപ്പോൾ സന്തോഷമായില്ലേ? സുകന്യക്ക് എന്താ അല്ലെങ്കിൽ സന്തോഷമല്ലേ? അല്ലാതെ സങ്കടപ്പെടാൻ ഞാൻ എന്താ നിന്നെ കുറ്റിയോട്ടുണ്ടോ? ഏട്ടൻ പിന്നെ പറയുന്നു ഞാനല്ലേ പറഞ്ഞ പോലെ. എന്താ ഞാനില്ലേ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. ഞാനിവളോ അല്ല ഞാൻ എന്നിട്ടോ പറഞ്ഞത് പൊറോട്ട ഉണ്ടാക്കടി നമുക്ക് ഇന്ന് പൊറോട്ടയും ചിക്കൻ കറി എൻ്റെ വക എന്നുള്ളത്. പൊറോട്ട ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾ എന്താ ഇല്ലേട്ടാ സുകന്യെ എന്നാണോ പോലെ എൻ്റെ സ്വർണത്തിൻ്റെ മാല എനിക്ക് കിട്ടുക ഇല്ലേട്ടാ? ഒരു ലോട്ടറിയും കൂടി അടിക്കണില്ല. എന്തിനാണ് അതൊക്കെ? എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താ ആവശ്യം? പിന്നെന്താണ് വെറുതെ അതിനെ കുറിച്ച് പറയുന്നത് ആവശ്യമില്ലാണ്ട്? എന്തിനെ കുറിച്ചിട്ട്? മാലേനെ കുറിച്ച് ലോട്ടറിനെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നത്? നമുക്ക് ബന്ധപ്പതിൻ്റെ ആവശ്യം പൊന്നിട്ട് മൂടാനൊന്നും പറയുന്നില്ല ഞാൻ അല്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ നീ കോഴിക്കറിക്ക്? എന്താണ് ഇങ്ങനെ തന്നെ പറയുള്ളൂ, എനിക്കറിയാം കേട്ടോ. എന്താ എൻ്റെ അമ്മ പറയും ഇപ്പോഴേ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമൊക്കെ പണ്ടാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പോൾ സ്വർണ്ണം വില കൂടിയപ്പോൾ ആൾക്കാർക്ക് സ്വർണ്ണത്തിനോടുള്ള താല്പര്യമൊക്കെ പോയിന്ന്. ഇന്നില്ലേ മഴ പെയ്യുന്നു കൂട്ടം എവിടെ ഇല്ല അമ്മൂനോട് അവിടെ കിടന്നെ നാളെ ഉണങ്ങും സുകന്യത്. നമുക്ക് എന്തായി, സംക്രാന്തിയായി. അപ്പോൾ ഇന്ന് എല്ലാവരും പറയണല്ലോ നമ്മുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വൃത്തിയാക്കും അല്ലേ? ഇതൊക്കെ ഇനി കഴുകിയിട്ട് ഓടണോ ഞാൻ? ഏട്ടാ ആ പെണ്ണുങ്ങളെ ഒന്ന് കൂക്കേട്ടാ. എങ്ങനെ ഏട്ടാ വിസിലടിക്കുക? അതൊന്നും ഇവിടുന്ന് കൂക്കലും കേൾക്കില്ല. ഞാൻ നനയില്ല. അപ്പോൾ തുണി നനഞ്ഞാലും പത്ര കുഴപ്പമുണ്ടോ? ഞാൻ നനഞ്ഞാലോ? ഓ ഏട്ടൻ തന്നെ തോർത്തുണ്ട്, നമുക്ക് തോർത്തേട്ടാ. അല്ലെങ്കിൽ എനിക്ക് ജലദോഷം പനിയാണ്. എന്നാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ടില്ലേ, അത്രയും ഉണ്ട് കേട്ടോ ചിക്കൻ. ഇതിൽ കുറച്ച് എടുത്തിട്ട് നമ്മളിന്ന് കുറച്ച് ഗ്രേവി ആയിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുള്ളൂ ഇപ്പയ്ക്കുള്ളത് കേട്ടോ. നാളേക്ക് അനിയൻ കുമ്പളങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നെയ്ക്കുമ്പളങ്ങ അല്ലേ നിങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ.
അതും ഇട്ടിട്ട് 2 ഉരുളക്കിഴങ്ങും ഇട്ടിട്ടില്ലേ പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങിയും കോഴി എങ്ങനെയുണ്ട്? അനിയേട്ടൊന്നും പറയുന്നില്ല എങ്ങനെയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതാ. ഈ കപ്പില്ലേ, ഈ കപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ധാരാ തന്നൊന്നും എനിക്കറിയില്ല. ഈ കപ്പ് എല്ലാ കപ്പും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ കപ്പ് നമ്മൾ കുറേ ഉപയോഗിച്ചൂലേ. ഇങ്ങനെ ഈ അവിടുന്ന് ക്ലാസ് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവന്നൂലേ. ഏട്ടാ ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. 1 മിനിറ്റ്. തായോ സമയമില്ല പെണ്ണേ. പൊരിക്കണ്ട പറഞ്ഞു കഴിഞ്ഞു വെച്ചല്ലേ, പണിക്ക് പോയി വന്ന ആൾക്കാർക്ക് ചോറ് നേരത്തെ കിട്ടണ്ടേ. അത് ആ അമ്മൂട്ടി വേറെ ചോറിനാന് ചോദിക്കുന്ന കണ്ടില്ലേ. ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവര്. നേന്ത്രപ്പഴം ഉണ്ട്. പക്ഷെ ഒരു നേരം കുറച്ച് വഴുകി കഴിഞ്ഞ് കഴിഞ്ഞാച്ചല്ലേ അന്ന് എല്ലാവർക്കും വിശപ്പായിരിക്കും. അതെന്താണെന്നറിയില്ല. അതെനിക്കും അങ്ങനെ തന്നെ കേട്ടോ. 2 കൂട്ടാൻ നമ്മൾ വെച്ചേക്കണം കേട്ടോ. രാവിലെ മത്തനും പരിപ്പും വെച്ചു, ഉച്ചയ്ക്ക് ചക്കക്കൂട്ടം വെച്ചു, ഉപ്പേരി ഉണ്ടാക്കി, മീൻ വറുത്ത്. ഇതൊക്കെ അല്ലേ കഴിഞ്ഞു. എന്താ പുളി ഒഴിക്കാത്ത വെക്കുന്ന കൂട്ടാനുകളല്ലേ മത്തൻ്റെയൊക്കെ. എന്താ പിന്നെ ചക്കക്കൂട്ടാൻ ഞാൻ വിചാരിച്ചു. ചക്കക്കൂട്ടാൻ തികയില്ല എന്നൊക്കെ അറിയായിരുന്നു. എല്ലാവരും ചക്കക്കൂട്ടാൻ വെറുതെ കഴിച്ചിരുന്നു. നല്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് ചക്ക വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവേ അല്ലേ. അല്ലെങ്കിൽ അനിയേട്ടൻ ചക്കക്കൂട്ടാൻ കൂട്ടിയിട്ട് ചോറിനകത്ത് ആളന്ന് ഉണക്ക സ്രാവും ചക്കക്കൂട്ടാനും കൂട്ടിയിട്ട് ചോറുണ്ട്. പ്രതീക്ഷിക്കാതെ സുകന്യയുടെ അച്ഛനമ്മയും വന്ന്, പ്രതീക്ഷിക്കാതെ അമ്മായി വന്ന്, ഗസ്റ്റ് എന്നല്ല കേട്ടോ, അതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാനാണ് ഇവിടെ ഉള്ള സമയത്ത് ഫുള്ളും ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ചീത്ത അറിയാം. ഇപ്പൊ ഇതെങ്ങനെ സുകന്യ ഇതായത് വരട്ടെ. അമ്മേനെ അറിയാം. അമ്മേനെ എപ്പോഴും പറയാം ഡ്രസ്സി അടുക്കളയിൽ അല്ലേ. ഏട്ടന്റെ അമ്മേ എപ്പോഴും എന്നെ ചീത്ത അറിയണ ഒരു കാര്യം എന്തിനാന്നറിയോ? ഈ പാത്രം ഇങ്ങനെ വെച്ച് ഇതിൽ കുറച്ച് ചിക്കൻ എടുക്കുക. അതിന്റെ കരളുകളൊക്കെ എടുക്കും കേട്ടോ. കരളും വാങ്ങിയൊക്കെ എടുക്കും. നാളേക്ക് മറ്റേത് എടുത്ത് വെക്കാം. കുറച്ച് ഇറച്ചി എടുക്കുക. നമുക്ക് കുമ്പളങ്ങയും കറിയും വെക്കുമ്പോൾ അതിൽ മണം കുറച്ച് മതി. 1 കോഴിയാണ് ഇട്ടപ്പോൾ അത് 2 നേരത്തേക്ക്. നാളേക്കും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെച്ചാൽ പൊളിക്കും. നേന്ത്രക്കായ ഇട്ട് വെച്ചാലും അടിപൊളിയാണ് അല്ലേ. തായേ ഇതൊക്കെ കഴുകിയിട്ട് പിന്നെ അവള് വലുതായി കിടക്കട്ടെ. ഓരോ കഷ്ണം കൊടുത്താൽ പോലെ എല്ലാവർക്കും. ആ മറ്റേ ഇറച്ചി അവിടെ എടുത്ത് ഫ്രിഡ്ജിലേക്ക്. ചോറാകുമ്പോഴേക്കും കൂട്ടാനും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം തട്ടിക്കൂട്ടിയത്. ഞാനൊന്നില്ലേ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ച. അതാണ് ചില ദിവസം നമ്മളില്ലേ അമിതമായി ഒന്നും കണക്കാക്കാൻ പാടില്ല. കണക്ക് കൂട്ടിയാൽ പെട്ടു. എന്താ കണക്ക് കൂട്ടിയേ പെട്ടു. കണക്ക് കൂട്ടാണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതാവും സത്യം. ചില സമയത്തില്ലേ നമുക്ക് എന്തൊക്കെയോ ഒരു തോന്നല അല്ലേ. ഇന്ന് ഞാൻ എൻ്റെ മക്കളോടൊക്കെ വാക്ക് കൊടുത്തതാ. അമ്മ പൊറോട്ട ഉണ്ടാക്കി തരാട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേഗം തന്നെ. എന്താ പറയുക, ഗ്യാസിലാവുമ്പോൾ അടി പിടിക്കും. മീൻ കറി ചിക്കൻ കറി ഉണ്ടാക്കാൻ സുഖമാണ്. സാമ്പാർ ഉണ്ടാക്കാനാണ് കുറച്ചൊരു പണി അല്ലേ. അമ്മ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറം പൊളിച്ചിട്ടുണ്ടാവും ചീത്ത പറഞ്ഞിട്ട്. ഏട്ടൻ്റെ അമ്മ ഉണ്ടെങ്കിലേ അമ്മ ഉണ്ട് പറഞ്ഞാൽ അമ്മ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നമ്മൾ വേഗം ചെയ്യും കേട്ടോ. അമ്മ ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ മൂത്ത ആൾക്കാരല്ലേ. അപ്പം നമ്മൾ മാറിപ്പോയി നിന്ന് കഴിഞ്ഞാൽ വെച്ചാൽ ശരിയാവുമോ. പിന്നെ തറവാട്ടമ്മ ഉണ്ട് ഇവിടെ. അത് ഇവിടെ ഫോൺ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ അയ്യോ പഠിച്ചോനേ. പിന്നെ നീ എവിടെയായിരുന്നു? പിന്നെ
ചേട്ടാ വെറുതെ തമാശക്ക് പറയാട്ടാ. അവളില്ലേ ആരെങ്കിലും വന്നു കഴിഞ്ഞു വെച്ചാൽ അവളപ്പം നാണം കട ഉള്ളിൽ കയറി ഇരിക്കും. നമ്മുടെ അമ്മുട്ടിയുടെ പോലെയാണ്. കുറച്ച് ചാറ് വേണ്ടേ, ഗ്രേവി വേണ്ടേ? വേറൊന്നുമില്ലെന്ന്, എല്ലാ കറിയും കഴിഞ്ഞോളൂ. വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്യേ. എല്ലാ കണക്കൂട്ടിലും തെറ്റിയതല്ല, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അലർജി വരാൻ തുടങ്ങി. എന്തിലാണ് അലർജി വരുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞു ആ അലർജി നോക്ക്, ഈ അലർജി നോക്ക്. ലാസ്റ്റ് ചില സമയത്തില്ലേ പേനൊക്കെ ചീന്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കേട്ടോ. അത് പേനിൽ അലർജി ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് എന്തിൻ്റെ പൊടി വരുന്നുണ്ട് അല്ലേ പ്രശ്നം. എന്തിൻ്റെ പൊടി വരുന്നു? എന്തോ ഒരു പൊടി പട്ട കൊണ്ടെന്ന് വെച്ചിട്ട് 12 മണിയായിരുന്നു പുഴുകേണ്ടി വരും. അത് അയ്യോ സൈക്കിള് സൈക്കിള് വേവുണ്ട് കേട്ടോ. നാളെയാണ് വെച്ചാ, നാളെയാണ് പറഞ്ഞാലേ 8:15 അമ്മൂട്ടിക്ക് സ്കൂൾ എത്തണം. നന്നായി പോക്കോട്ടെ. ഉറങ്ങണ്ട, ചോറിനായിട്ട് കിട്ടോ. അടുപ്പ് കത്തിക്കലോടെ ഇരുന്നോ. എന്നാ കുറച്ചുകൂടെ ചോറ് വെച്ചാൽ മതി പറഞ്ഞില്ലേ. ഞാൻ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അരി അടുപ്പത്തിട്ടിട്ട് വർക്കൗട്ടിന് പോകുമ്പോൾ ഞാൻ പക്ഷെ 4:20 ഒക്കെ ആകുമ്പോൾ പോവും. 4:20 4:45. അപ്പോൾ ചോറിൽ വെള്ളമില്ല പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യുക? അവരാണ് വെച്ചാൽ അവരൊറ്റയ്ക്ക് നീച്ചിട്ട് പേടിച്ച് ഓടില്ലേട്ടാ. അല്ല അത് സാരല്ല. ഇതില് എന്താ കുട്ടികൾക്ക് രാവിലെ ഇനി പ്രശ്നമൊന്നുമില്ല. അമ്മൂട്ടിക്കില്ലേ 2 ദോശ ഉണ്ടാക്കി അതിന് ചമ്മന്തിയാണോ വെച്ചാൽ അവൾക്ക് അത് മതി. അവൾക്ക് ചോറ് വേണമെന്നൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ചോറാണോ വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇഡ്ഡലിയും ദോശയാണ് പറഞ്ഞാൽ അത് കഴിച്ചിട്ട് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് രാവിലെ ചെയ്യുമ്പോൾ എന്താ അനിയനെ ശരിക്കും 8:20 പോകണം. എവിടെയെന്നറിയോ പണി? തച്ചമ്പാറ എടക്കുറിച്ചിയാണ് പണി. പക്ഷേ കുറച്ച് നേരം വൈകി. ഈ രാവിലെ ഈ 5 പേര് സ്കൂളിലേക്ക് പോവുക പറയുമ്പോൾ ഓരോരുത്തരും ഓരോ സ്വഭാവമാണ് കേട്ടോ. എൻ്റെ കിച്ചു വേണമെന്ന് പറഞ്ഞു വെച്ചാൽ കാല് വേദന, കുറച്ച് കാലുഞ്ഞട്ടമ്മ പറയുമോ, കുറച്ചു നേരം കാലുഞ്ഞു കൊടുക്കണം. അല്ല അത് അങ്ങനെ വരുത്തറ വളർച്ച എല്ല് വളരുന്ന സമയമാണ്. അതോ കാലില്ലേ ഇങ്ങനെ കേട്ടിട്ട് അമ്മ കാലൊഴിയമ്മ. അതുപോലെ നമുക്ക് വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേഗം വന്നിട്ട് എന്താ നമ്മുടെ കാലക്കൊഴിഞ്ഞ് തരും കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അമ്മോന് ഇതിനേക്കാളും നേരത്തെ പോണ കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ പറഞ്ഞു വെച്ചാൽ 8:20 8:15 അടുത്താണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വർക്കൗട്ടിന് രാവിലെ വൈകുന്നേരത്ത് പോവുക വെച്ചാൽ നമുക്ക് പറ്റില്ല കേട്ടോ. രാവിലെ തന്നെ ആ സമയത്ത് പോവുള്ളൂ. 5 മണിക്ക് തുറക്കുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 6:15 കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വരാം. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്പം എന്നിട്ട് റെസ്റ്റ് തന്നെ എടുക്കണില്ല. എനിക്കില്ലേ വർക്കൗട്ടിന് പോയിട്ട് ഡോക്ടർ വർക്കൗട്ടിന് പോകണം പറഞ്ഞില്ലേ. പക്ഷേ വർക്കൗട്ടിന് പോയിട്ട് നമ്മൾ കാർഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തില്ലേ എനിക്ക് ആദ്യം പീരിയഡ്സ് വരുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പീരിയഡ്സ് വരുന്നുണ്ട് അല്ലേ. അതിപ്പോൾ ആയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആയി. അത് ഇനി നല്ല ലക്ഷണമാണ്. കാരണം മരുന്ന് കഴിക്കാണ്ട് ആവണേക്കാളും മരുന്ന് കഴിച്ചിട്ട് ആവണേക്കാളും മരുന്ന് കഴിക്കാതെ ആവുകയാണ് പറഞ്ഞു വെച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം നമ്മളിനി നിർത്തിയിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ഒന്നേ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിലേ അടുപ്പോലെ ഇല്ല, അടിയിൽ പിടിക്കും. കഴുകാൻ ഞാൻ വരണോ? ആ എന്താ മറ്റേ ചട്ടിയും കൂടി കൊണ്ടുപോ, മൺചട്ടി. ഇനിയിപ്പോൾ നാളെ രാവിലെ സാമ്പാർ വയ്ക്കുക. സാമ്പാറും കുട്ടികൾക്ക് സോയാബീന് കൊണ്ട് ഉപ്പേരിയും ഗോതമ്പ് ദോശയും ഉണ്ടാക്കിയത്. ഗോതമ്പ് ദോശയുടെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് കഴിക്കും കേട്ടോ. ഇങ്ങനെ എൻ്റെ അമ്മയില്ലേ ദിവസം പറഞ്ഞ പോലെ ചീത്ത അറിയും. കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാക്കി സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ കണ്ടോ ദോശയും കടലക്കറിയൊക്കെയെന്ന് പറഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം വരെ 4 മണിയാകുമ്പോഴേക്കും ആ ദോശ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അത് കഴിച്ചില്ലല്ലോ, പയ്യൻ്റെ കഞ്ഞിയിൽ കൊണ്ടുപോയിട്ട് ഇട്ടു കേട്ടോ. അങ്ങനെയാണ് 2 ദിവസം അടുപ്പിച്ച് എന്തുണ്ടാക്കിയാലും ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി, നാളെ ദോശ ഉണ്ടാക്കി, മറ്റന്നാൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി, ഉപ്മാവ് ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അപ്പോൾ
എൻ്റെ അമ്മൂട്ടി പറയും. അമ്മ കഞ്ഞി. ചട്ടിയോ? ചോറ് ഓവറായിട്ടില്ല. കഴിക്കട്ടെ എന്നാൽ രണ്ടാളും പടയുമ്പോൾ വേഗം കഴിയുന്നു. കഞ്ഞിവെള്ളം അലുവ പോലല്ലേ ഇതേ. ഇതിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് മുടിയിൽ തേച്ചാലേ താരം പോവും, തലയ്ക്ക് തണുപ്പ് കിട്ടും അല്ലേ സുകന്യെ? കളയണ്ടത്. നീർക്കെട്ടുള്ളവർക്ക് നീർക്കെട്ടും ഉണ്ടാവും. ആര്? ഞാൻ ഇന്നില്ലേ ഒരു സാധനം ഉണ്ടാക്കിട്ടോ. ചായപ്പൊടി ചായ തിളപ്പിക്കുക. നമ്മൾ മധുരടാതെ കാപ്പിപ്പൊടി ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ഉലുവി നമ്മുടെ ചെമ്പരത്തിയുടെ പൂമ്പാട ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടില്ലേ അത് അരിച്ചിട്ട് തലയിൽ തേച്ചു കേട്ടോ. തലയിൽ തേച്ചപ്പോൾ എനിക്ക് എന്താണെന്നറിയോ, എൻ്റെ മുടി ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ PCOD പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊഴിഞ്ഞു പോവും. പിന്നെ അത് മാത്രമല്ല ചീർപ്പ് തലയിൽ തൊട്ടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു ചേച്ചി പറഞ്ഞിരുന്നു ചെമ്പരത്തിയുടെ പൂവിട്ടിട്ട് എണ്ണ കാച്ചിയാൽ മതി. കാച്ചി എണ്ണ തന്നെ തേക്കുന്നത്. PCOD പ്രശ്നം തോന്നുന്നുണ്ട്. ഫുൾ മുടി പോവാണ്. മുറുക്കിൽ കൂട്ടാൻ വെച്ച് കഴിക്കാൻ സൂര്യയുടെ അച്ഛനമ്മയും വന്നപ്പോഴേ അമ്മയത്ത് വർത്താനം പറഞ്ഞു. അച്ഛനടുത്ത് നല്ല വർത്താനം പറയാൻ പറ്റിയില്ല. അപ്പയ്ക്ക് ഇവർ വന്നപ്പോൾ മുറുക്ക് നല്ല തോന്നും. എനിക്ക് ഇഷ്ടാട്ടോ സൂര്യയുടെ അച്ഛനെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അച്ഛനൊന്നും ഇല്ലാത്തല്ലേ, അപ്പോൾ ഭയങ്കര പാവല്ലേ. വയസ്സ് ആരോഗ്യം കൊടുക്കട്ടെ എല്ലാവർക്കും ഇല്ലേട്ടാ. നമുക്കിനി ഒരു കാര്യം പറഞ്ഞു തരാൻ അച്ഛൻ തന്നെ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ വരിക പറയുമ്പോൾ സന്തോഷമല്ലേ. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടോ. അതാണ് എനിക്ക് കറുമുറി കുട്ടികളില്ലേ കുറേ മുട്ടായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വിശക്കില്ലേ. കുറേ വന്ന ഗൾഫ് മുട്ടായി കുറച്ച് കൊണ്ടുവന്നിരുന്നു കുട്ടൻ വരുമ്പോൾ. പിന്നെ സൂര്യയുടെ അച്ഛനമ്മയും വരുമ്പോൾ ഇത്ര മുട്ടായി കൊണ്ടുവന്നിരുന്നു, ആ നീളത്തിലുള്ള മുട്ടായികൾ. പിന്നെന്താ പോപ്പിങ്സ് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ തീറ്റ കഴിഞ്ഞു. ഇവിടെ അധികം ബേക്കറി വാങ്ങാറേ ഇല്ല. ബേക്കറി വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ എന്താണെന്നറിയാം പ്രശ്നം, കുട്ടികൾ ചോറിനില്ല, ബേക്കറി തന്നെ തിന്നും. എൻ്റെ അടുത്ത് ചക്ക വറുത്ത് വെച്ചുകൂടെ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ചക്ക വറുത്തിട്ടേ ഇല്ല. ചക്ക വറുത്തൂടെയൊക്കെ ചോക്കണ്ടായിരുന്നില്ല. ചക്ക വറുത്തിലൊക്കെ കൊല്ലുള്ളതാണ്. ചക്ക വറുക്കിലൊക്കെ എല്ലാ കൊല്ലത്തിലുള്ള ഇക്കൊല്ലം അത് ചെയ്തില്ല എന്ന് പറയും. ഇപ്രാവശ്യം അത് ചെയ്തില്ല. നമ്മുടെതാ ചിക്കൻ കറി നോക്കിയേക്കാ. ഇത് ഈ ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ചോറായി കൂട്ടാനായോ? ഓ ഒരു മണിക്കൂർ ചൂടില്ലാത്ത ചോറില്ലേ മതി ഏട്ടന് കഴിക്കാനുള്ളത്. അത്രേനെ വേണ്ടു. നിങ്ങളൊക്കെ ചൂടില്ലാത്ത കുറച്ച് ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. ചിക്കൻ കറിയായി. ചോറ് വേണം. നിങ്ങൾ പൊറോട്ട ഞാൻ എന്ത് പൊറോട്ട രാത്രി തിന്നാൻ പാടില്ല. അത് ഈ അസമയത്ത് പ്രത്യേകിച്ച് തിന്നാൻ പാടില്ല. ആരാ തിന്നല്? ഇപ്പൊ പൊറോട്ട രാത്രിയോടെ തന്നെ തൊട്ട് നോക്കലില്ല. ആരാ തിന്നല്? ഉപദേശിക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് തിന്നാതിരിക്കുന്നത്. എപ്പോഴെങ്കിലും കിട്ടും. ഇപ്പൊ രാത്രിയാണ് വാങ്ങണ തിന്നാതിരിക്കാൻ പറ്റില്ല. അത് എന്താ ഈ ഇത് ഇട്ടത് ആ വലിയ ചെമ്പിൽ ഒരു മുന്നാഴി അരി ഇട്ട് പറഞ്ഞ ചോറ് തികയും. അത് ചെറിയ ചെമ്പിലായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും പാടെ കഴിച്ച് പപ്പൂനും ഒക്കെ കൊടുക്കുമെങ്കിൽ ചോറ് ചിലപ്പോൾ തികയില്ല കേട്ടോ. രാവിലത്തെ വെച്ചത് അതല്ലേ ചോറ് കുറച്ച് ഒരാൾക്ക് കഴിക്കാനുള്ള ചോറും കൂടി ഇല്ല. അപ്പം അതാണ് പ്രശ്നം. നമ്മളില്ലേ എന്താ അങ്ങനെയല്ല, ശരിക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞു വെച്ചല്ലേ. സുകന്യ പോയി വിരുന്ന് പോവും, അമ്മ വിരുന്ന് പോവും. അതൊക്കെ കഴിഞ്ഞ് അമ്മ പോയി കഴിഞ്ഞ് ഞങ്ങൾ 5 പേര് മാത്രമായിട്ട് ഇരിക്കില്ലേ. ആ സമയത്ത് രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറും വെച്ച് കഴിഞ്ഞു വെച്ചാൽ ആ ചോറ് കഴിയേയില്ല അല്ലേട്ടാ. എങ്ങനെ പോയാലും വിചാരിക്കും 2 നാഴി ഏരിയ എന്താ എങ്ങനെയായാലും വിചാരിക്കും നമ്മൾ ചോറ് ഇനി വൈകുന്നേരത്ത് നമുക്ക് വെക്കണ്ടേ വിചാരിക്കും. പക്ഷെ ഇവർ ഇല്ല പറഞ്ഞു വെച്ചാലേ നമ്മൾ നേരത്തെ സമയത്ത് ഭക്ഷണം കഴിക്കില്ല കേട്ടോ. കുട്ടികളും ആരും ഇല്ലെങ്കിൽ അത് ഇത്രയും കാലം നമ്മൾ ഒറ്റയ്ക്ക്
ഇരുന്നിട്ടില്ലല്ലോ അല്ലേ? ഞാനൊന്നും ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ ഇല്ല. ഏട്ടൻ്റെ അമ്മ എപ്പോഴും ഉണ്ടാവും ഇവിടെ. പിന്നെ എപ്പോഴെങ്കിലും പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മ ചോറിനുണ്ട സമയമായി അമ്മ ചോദിക്കും, ഏട്ടൻ പണിക്കൊക്കെ പോയാൽ കഴിക്കണില്ലേ ചോദിക്കും. ഒറ്റയ്ക്കാണോ പറഞ്ഞു വെച്ചാൽ നമുക്കങ്ങനെ കഴിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ആളുണ്ടായിട്ടില്ലേ, ഒരു ദിവസം ആളില്ലാതിരുന്ന് നോക്കണം. അപ്പം നല്ല ബുദ്ധിമുട്ട്. അതാണല്ലോ. ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണം ഞായറാഴ്ച സാരില്ല, നമ്മൾ വിചാരിച്ച പോലെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല. ഞായറാഴ്ച എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അറിയാം. കഞ്ചിയും കോഴിയായി പോയി. അതിനെന്താ ഇന്നില്ലേ എന്താ നമ്മള് മാസില് പോയി വാങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് സാധനങ്ങൾ തികയില്ല കേട്ടോ. പിന്നെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് കുഴിമന്തി അരി, ബിരിയാണി അരി ഒക്കെ നമ്മളില്ലേ ഉള്ളതിനനുസരിച്ച് 2 കിലോനോ 3 കിലോനൊക്കെ വാങ്ങി വയ്ക്കും കേട്ടോ. പ്രാവശ്യം നമ്മൾ മാസം പോലും നമ്മൾ സാധനം വാങ്ങാൻ ചിലപ്പോ തികയില്ല. അപ്പൊ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പോകും. അരി നമുക്ക് 1 പ്രാവശ്യം വാങ്ങിയാൽ മതി. ചിലപ്പോൾ പലചരക്ക് സാധനങ്ങളൊന്നും ചിലപ്പോൾ തികയുണ്ടാവില്ല കേട്ടോ, എണ്ണയും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കടകൾ കൂടെ. പിന്നെ മാവേലിയിൽ ഉണ്ട് പറഞ്ഞാൽ വെച്ചാൽ മാവേലിയിൽ പോകും. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്നു കടലയും ചെറുപയറും വെള്ളപ്പയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വെള്ളപ്പയറൊക്കെ രാവിലെ ഉപ്പേരി വെച്ച് കൊടുത്താൽ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിനേക്കാളും നല്ലതാണ് ഈ വെള്ളപ്പയർ കൂടെ വെള്ളപ്പയറും ചെറുപയറൊക്കെ ഇട്ടിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ടില്ലേ 4 മണിക്ക് ചായക്ക് കടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ ഒറ്റണോ? എന്ത് മുട്ടത്തോടിൽ കളർ അടിച്ചിട്ടുണ്ടോ? പിന്നെ മുട്ട എടുത്തോ? ഇതെന്താ 2 കറി? ദേട്ടനെ പേടിച്ചിട്ട് 2 വാങ്ങി. ഞാൻ വെറുതെ പറയാണ്. തിന്നവർക്ക് ഞാൻ തരില്ല. പിന്നെ പേടിക്കണ തിന്നണവർക്കല്ലേ വേണ്ടു. പിന്നെ എന്തിനു പഠിക്കണം? അത് 2-ാം പ്രാവശ്യം പിന്നെ വാങ്ങിയിട്ട് ഒരു 10 മറ്റേ 5 എന്താ ചൂടുക്കണ്ട. അവരൊരു പൊറോട്ട നല്ല പൊറോട്ട കേട്ടോ. നമ്മുടെ എന്താ പൊറോട്ടയും മാത്രമൊന്നുമല്ല, ചപ്പാത്തി നല്ലതാല്ലേ. 1 പ്രാവശ്യം പോയപ്പല്ലേ കരിഞ്ഞു തന്നു. അതൊക്കെ ഉണ്ടാവും. രണ്ടെണ്ണം എടുത്തോളേ. അത് ഒരാൾക്ക് 5 ഒരാൾക്ക് 5 ബാക്കിയുള്ളവർക്ക് 10. വാഴയ്ക്ക് 5 പോയി. വാഴക്കല്ല ഇവിടന്നൊക്കെ പ്ലേറ്റുകൾ എടുത്താ. കുഞ്ഞിനെത്തണടാ? എത്രണ്ണ വേണ്ട പൊറോട്ട? അച്ചുട്ടിക്ക് എത്രണ്ണ വേണ്ട? എത്രണ്ണ? നല്ല ഈ ഇവരുടെ പൊറോട്ടയ്ക്ക് എന്താണെന്നറിയോ? ഒരു പൊറോട്ട എന്നാ വയറിനറിയും. നിക്ക് 2 പൊറോട്ട ചെറിയൊരു തിന്നില്ല. അല്ല അവര് 2 പൊറോട്ട ചെറിയൊരു തിന്നില്ല. പൊറോട്ട എന്താ ഉള്ളതോ? അത് കണ്ടി കഴിക്കാതെ ഇതിൽ ഉള്ളിയാക്കിയത് കണ്ടോ കറിയുടെ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ മുട്ടി ഉണ്ടാക്കി തരാ. ഇന്നിപ്പോ ഇങ്ങനെ വിചാരിച്ചപ്പോ ഉപ്പുള്ള ആരാ പറഞ്ഞു? ഇതില് ചിക്കൻ എടുത്തേ? ആ ചിക്കന്റെ ചാറ് മാത്രോ? വാ കുഞ്ഞ
ആടെ എച്ച് ചിന്നും പൊന്നെ എച്ച് ചിന്നും ഒഴിച്ചിട്ടോ. എന്നാ, മറ്റേ കറിയും കൂടി കുറച്ച് ഒഴിച്ചോട്ടോ. ചിക്കൻ മാത്രം ഇട്ടിട്ട് ആ കറി വെച്ചാൽ പറയുന്നു. അതെ അതിലുണ്ടല്ലോ വെച്ചോ. കരൾ തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട അത് ചെറിയൊരുക്ക് കൊടുക്കട്ടെ പറഞ്ഞിട്ടാണ്. ഒരു ചെറിയ എന്താ അമ്മായി അമൃതല്ലേ കോഴിയുടെ കാറില്. അമൃതം ഏട്ടനും കഴിച്ചോളി. ചോറ് അമൃതം കൂടി കുഞ്ഞു ഇതാട്ടോ, രണ്ടും പാടെ ഒപ്പാക്കട്ടെ. ഇനി എന്താ കിച്ചു ഏട്ടാ നോക്ക്. അതിനാണ് ഭയങ്കര വിൽപ്പണേ. ഏട്ടാ ഓരോന്ന് കഴിച്ചോളി, എന്നിട്ട് ബാക്കി ചോറ് വെച്ചാൽ മതി. ആദ്യം ചോറ് വെക്കും, എന്നിട്ട് ഒരു പൊറോട്ട വയ്ക്കുക. ഇപ്പം അങ്ങനെ നമുക്ക് നിർബന്ധം. എനിക്ക് പൊറോട്ട വേണ്ട. അതിൽ സുഗന്യക്ക് ഒരു പിടുത്തത്തിലുള്ളതുള്ളത് എനിക്ക് ചോറ് പോയി. തോന വെച്ചിട്ട് ഇനി അത് കഴിക്കാതിരുന്ന ഞാൻ കുറെ ചാറ് വെച്ചിട്ട് അടിപൊളി ഉണ്ടായി കൊണ്ടുവരേ. പോരെ. മതി. ആ അതപ്പെട്ട് തരാം. മോട്ടൊന്ന് പോയി തരാം. എരിവുണ്ടോ? എടാ വാ കുഞ്ഞായി ചിക്കൻ. എന്തുപ്പുള്ളത്? അപ്പൊ അത് ഉപ്പില്ലാത്ത കറിയാ? ഏത് കറിയിലും ഉപ്പില്ലാത്ത? ഏത് കറിയിലും ഉപ്പില്ലാത്ത? രണ്ട് അതിന് 2 കറി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 10 എണ്ണം വാങ്ങി പിന്നെ 5 എണ്ണം വാങ്ങിയിട്ടാണ്. ഇതാ പാലോ? പാല് നിനക്ക് കുടിക്കാൻ പാടില്ല. നാള് കബം കെട്ട് ചിക്കൻ കറി ഒഴിക്കട്ടെ. എന്നാ കടയത്തെ കറി ഒഴിക്കട്ടെ. കടയത്തെ കറി ഒഴിക്കട്ടെ. അപ്പൊ അതെന്താ ചിക്കൻ വേണ്ടേ? പൊറോട്ടന്റെ കറി എത്ര വേണ്ട? വല്ലം വല്ലം. സമയം നോക്കി നോക്ക്. ഇനി ഇവര് കിടക്കുമ്പോഴേക്കും 12 മണിയൊക്കെ കൂട്ടോ. കാരണം വെള്ളം നല്ല എരിവുണ്ടോ ചിക്കൻ കറി അമ്മൂട്ടി? ഇല്ലല്ലോ. കിച്ചുട്ടാ മെല്ലെ കഴിച്ചാൽ മതി കേട്ടോ. ചവച്ചരച്ച് കഴിക്കണേ. അപ്പോൾ ഇതാ ഞായറാഴ്ച നമ്മളെല്ലാരും വട്ടടച്ചിരുന്ന് കഴിക്കണല്ലേ. തിരിക്കാമോ നേരെ ഭക്ഷണം കഴിച്ച്. അപ്പൊ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. പൊറോട്ട നമ്മൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് കടയിലത്തെ പൊറോട്ട ചെയ്യും. എന്തായാലും മക്കൾക്ക് പൊറോട്ട തിന്നാനുള്ള ഭാഗ്യം ഉണ്ട് കേട്ടോ. ഞായറാഴ്ചയാണ് കട ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ്. പോയി നോക്കിയപ്പോൾ ബ്രെഡ് വാങ്ങാന്ന് പറഞ്ഞതാണ് കേട്ടോ. പോയി നോക്കിയപ്പോൾ പൊറോട്ട ഇവർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്കെന്താ വിശേഷം നിർത്തുകയല്ലേ? അപ്പോൾ നാളെ കാണാൻ പറ.